ഹലോ, ഇന്ന് നമുക്ക് ലസ്റ്റ് സ്റ്റോറീസ് 2ന്റെ കഥ നോക്കിയാലോ. ഇതിൽ മുഴുവൻ 4 സ്റ്റോറീസാണുള്ളത്. അതിൽ തമന്ന അഭിനയിച്ച സ്റ്റോറി നോക്കിയാലോ. എങ്കിൽ നമുക്ക് വേഗം കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുമ്പോൾ നായകനായ വിജയ് കാറിൽ പോവുകയാണ്. കാറിൽ പോകുന്നത് ഒറ്റയ്ക്കല്ല, വീഡിയോ കോൾ ചെയ്ത് കാമുകിയോട് സംസാരിച്ചു കൊണ്ടാണ് പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ വിജയ് കല്യാണമൊക്കെ കഴിഞ്ഞ് അവന് ഭാര്യയും കുട്ടികളും ഒക്കെയുള്ള ആളാണ്. അതേസമയം തന്നെ അവനെ കമ്പനിയിൽ നിന്നും കോള് വിളിക്കുന്നുണ്ട്. അവൻ അവൻ്റെ കമ്പനിയിലെ സിഇഒയാണ്. മീറ്റിംഗ് നടക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് അവിടെ എത്തണമെന്ന് വിളിച്ച ആൾ പറയുന്നു. അതേസമയം തന്നെ അവൻ്റെ ഭാര്യ അനുവും ഫോൺ വിളിക്കുകയാണ്. അനു ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ, ഞാൻ അറിയാതെ ഒരു തീരുമാനവും നീ എടുക്കരുത്. നിന്റെ അച്ഛൻ്റെ കമ്പനി ഇത്രയും കൊണ്ടുവരാൻ കാരണം ഞാൻ തന്നെയാണ്, അത് നിനക്ക് ഓർമ്മ വേണം എന്നൊക്കെ അനുവുമായി വഴക്കുകൂടി വിജയ് കോള് കട്ട് ചെയ്യും. അതിനുശേഷം വിജയ് വീണ്ടും കാമുകിയെ വീഡിയോ കോൾ വിളിക്കുകയാണ്. കാമുകിയോട് ഫോണിൽ സംസാരിച്ച് കോൺസെൻട്രേഷൻ കിട്ടാതെ അവന്റെ കാറ് ഒരു മരത്തിൽ വന്നിരിക്കും. കാറിൽ നിന്നും പുറത്തിറങ്ങിയ വിജയ് ആണെങ്കിൽ അവിടെ മാകിയ വർക്ക്ഷോപ്പ് നോക്കും, പക്ഷെ അവിടെ ഒന്നുമില്ല. അങ്ങനെ വിജയ് അടുത്തുള്ള ഗ്രാമത്തിലേക്ക് വരുന്നു. അവിടെയാണെങ്കിൽ ഒരു കോഫി ഷോപ്പിൽ കയറി അവൻ കോഫി കഴിക്കുന്ന സമയത്ത് അകത്തു നിന്നും ഒരു പാട്ട് കേൾക്കുകയാണ്. അവൻ അകത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ സുന്ദരിയായൊരു പെൺകുട്ടി അവിടെ നിന്ന് പാട്ട് പാടുകയാണ്. അവളുടെ പേരാണ് ശാന്തി. ശാന്തിയെ കണ്ടതും വിജയ് ചെന്നിട്ട്, നിനക്കെന്നെ മനസ്സിലായില്ലേ, ഇത്രയും നാൾ നീ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കും. സത്യത്തിൽ ഈ വിജയും ശാന്തിയും പരിചയക്കാരാണ്. അങ്ങനെ ശാന്തിയാണെങ്കിലോ പുറത്തിറങ്ങിയപ്പോൾ വിജയ് അവളെ ഫോളോ ചെയ്ത് സംസാരിക്കും. അപ്പോൾ ഒരു പോലീസ് ഓഫീസർ അടുത്ത് വന്നിട്ട്, നീ എന്താ ശാന്തിയെ ശല്യം ചെയ്യുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ല, എനിക്ക് ശാന്തിയെ അറിയാമെന്ന് പറയുമ്പോൾ ശാന്തി വിജയെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോകും. വീട്ടിൽ ചെല്ലുമ്പോഴാണ് കഥയിലൊരു ട്വിസ്റ്റ്. സത്യത്തിൽ ഈ ശാന്തി വിജയുടെ ആദ്യത്തെ ഭാര്യയായിരുന്നു. അവളെ 10 വർഷം മുമ്പ് കാണാതായി. അങ്ങനെ വിജയ് ചോദിക്കും, അന്ന് ഒരു ദിവസം നിന്നെ പെട്ടെന്ന് കാണാതായി, നീ എവിടെ പോയി? ഞാൻ നിന്നെ ഒരുപാട് അന്വേഷിച്ചു, പക്ഷേ നിന്നെ എവിടെയും കണ്ടില്ല എന്ന് പറയുമ്പോൾ, അന്ന് ഞാൻ നഴ്സിംഗ് ഹോമിൽ പോയിട്ട് വന്നതിന് ശേഷം അവിടെ ഒരു കാറിൽ 2 പേരിരിക്കുന്ന കണ്ടു. അതിലൊന്ന് പ്രഗ്നന്റ് ലേഡിയായിരുന്നു. അപ്പോൾ അവളുടെ ഹസ്ബൻഡ് എന്നോടൊരു ഹെൽപ്പ് ചോദിച്ചു. ഞാൻ അടുത്തേക്ക് ചെന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് എൻ്റെ ബോധം പോയി. എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട വിജയ് ചോദിക്കും, അപ്പോൾ നീ പ്രഗ്നന്റ് ആയിരുന്നോ? അതിന് മറുപടിയായി ശാന്തി പറയും, അതെ. എന്നിട്ട് എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? എങ്കിൽ നമ്മുടെ കുട്ടി എവിടെ എന്ന് വിജയ് ചോദിക്കുമ്പോൾ, ആ കുഞ്ഞ് അന്ന് തന്നെ മരണപ്പെട്ടു. എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അവരെന്നെ കിഡ്നാപ്പ് ചെയ്തതാണെന്നും ശാന്തി പറയും. എന്നിട്ട് ശാന്തി വിജയോട് ചോദിക്കും, നിന്റെ വിവാഹം കഴിഞ്ഞോ? അപ്പോൾ വിജയ് പറയും, കഴിഞ്ഞു. ആരാണ്? അനുവിനെയാണോ നീ കല്യാണം കഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ വിജയ് അതെ എന്ന് പറയും. എനിക്ക് വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ 2 കുട്ടികളും ഉണ്ടെന്ന് പറയുമ്പോൾ, നീ അനുവിനൊപ്പം ഹാപ്പിയല്ലേ? അവളോടൊപ്പം നീ ഇതുപോലെ സന്തോഷമായി ജീവിക്കുക. ഇനി നീ എന്നെപ്പറ്റി ഓർക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ വിജയ് പറയും, നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നത്? അത് കേട്ടതും ശാന്തി പറയും, അനുവിന് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. കാരണം ഞാനന്ന് 10 വർഷം മുമ്പ് പ്രഗ്നൻസി ചെക്ക് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് പോയപ്പോൾ അത് കണ്ടത് ഒരേ ഒരാൾ അനു മാത്രമായിരുന്നു. അവൾക്ക് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നറിയാം. ഞാൻ പ്രഗ്നൻ്റ് ആയാൽ അവൾക്ക് നിന്നെ കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവൾ 2 പേരെ വെച്ച് എന്നെ കൊന്നുകളയാനായി തീരുമാനിച്ചത്. അവളാണ് അതിന് പിന്നിലെന്ന് എനിക്ക് നന്നായി അറിയാം. കാരണം അവൾ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. നീ അവളോടൊപ്പം ഹാപ്പിയായി ജീവിക്കുവാനായും ശാന്തി പറയും. എന്നാൽ അതെല്ലാം കേൾക്കുന്ന വിജയ് ആണെങ്കിലോ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എത്ര നാളായി ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നു? നീ എന്നോടൊപ്പം വാ, നമുക്ക് എല്ലാവർക്കും സന്തോഷമായി ജീവിക്കാമെന്ന് പറയുമ്പോൾ ശാന്തി അതിന് സമ്മതിക്കത്തില്ല. എത്രയായാലും ഭർത്താവിനെ ഷെയർ ചെയ്യുന്നത് ഒരു ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. ശാന്തി പറയും താൻ വരുന്നില്ല എന്ന്. എന്നിട്ട് സമയം ലേറ്റാകും തോറും ശാന്തി വിജയോട് പറയുന്നുണ്ട്, നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾക്ക് പോകാനുള്ള സമയമായി, അതുകൊണ്ട് അധിക നേരം ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ ശാന്തി പറയുന്നുണ്ട്. എന്നാൽ വിജയ് ആണെങ്കിലോ പോകാൻ കൂട്ടാക്കില്ല. ശാന്തിയോടൊപ്പം അവൻ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടും. അപ്പോൾ ശാന്തി പറയും, ഇതുപോലെ നീ 10 വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് ചെയ്തതിനാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. അത് കേട്ടതും വിജയ് പറയും, എങ്കിലൊരു കാര്യം ചെയ്യ്, നീ ആ റെഡ് ബ്ലൂ വെച്ച് ഒന്നും കൂടി സംശയമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്ക് എന്ന് പറയുമ്പോൾ ശാന്തി ഷോക്കാവും. കാരണം എന്തെന്നാൽ പ്രഗ്നൻസി ചെക്ക് ചെയ്യുന്ന ആ ഒരു കിറ്റിൻ്റെ പേരാണ് റെഡ് ബ്ലൂ. അത് ശാന്തിക്ക് മാത്രമായിരുന്നു അറിയാവുന്നത്. അവൾ മാത്രമാണല്ലോ പ്രഗ്നൻസി ചെക്ക് ചെയ്തതും. അവൾ ചോദിക്കും, അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന കാര്യം നിനക്കറിയാമായിരുന്നല്ലേ? അപ്പോൾ വിജയ് പറയും, എനിക്കറിയാമായിരുന്നു. അനു അല്ല ആദ്യം അത് കണ്ടത്, ഞാനാണ് ആദ്യം അത് കണ്ടത്. ഞാനാണ് ആ 2 പേരെ കൊണ്ട് കൊല ചെയ്യിക്കാൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞ് തലയിണ എടുത്ത് അവളുടെ മുഖത്തേക്ക് വെച്ച് അമർത്തുവാനായി തുടങ്ങി. അവളെ വിജയ് ക്രൂരമായി കൊന്നു.
വിജയുടെ ഉദ്ദേശം എന്തെന്നാൽ എങ്ങനെയും ശാന്തിയെ കൊന്നിട്ട് അനുവിനെ കല്യാണം കഴിക്കണം എന്ന് തന്നെയായിരുന്നു. അതിനാണ് അവൻ ആ രണ്ടുപേരെ കൊണ്ട് അവളെ കൊല ചെയ്യിക്കാനും തീരുമാനിച്ചത്. വിജയുടെ ഒരേ ഒരു ലക്ഷ്യം അനുവിന്റെ സ്വത്ത് മാത്രമാണ്. അതിനാണ് അവൻ ആദ്യം ശാന്തിയെ കൊല്ലാൻ ശ്രമിച്ചതും ഇപ്പോൾ കൊന്നുകളഞ്ഞതും. അതേസമയം ആദ്യം കാണിച്ച ആ ഒരു പോലീസ് ഓഫീസർ റൂമിലേക്ക് വരും. അവൻ പേടിച്ച് അവിടെ നിന്നും ഇറങ്ങി ഓടുകയാണ്. ഓടി അവൻ ചെന്നതും അവന്റെ കാർ ആക്സിഡന്റ് ആയി കിടന്ന സ്ഥലത്തേക്കായിരുന്നു. അപ്പോൾ നാട്ടുകാരെല്ലാം ചേർന്ന് ഒരാളിനെ കാറിൽ നിന്നും പുറത്തേക്ക് എടുത്തു കിടത്തി. അത് മറ്റാരുമല്ല, വിജയ് തന്നെയായിരുന്നു. വിജയ് മരിച്ചിരുന്നു. അവന്റെ ആത്മാവാണ് ശാന്തിയുടെ അടുത്തേക്ക് പോയിരുന്നതും. അപ്പോൾ വിജയുടെ പിറകിൽ ഒരാൾ വരും. അത് മറ്റാരുമല്ല, ശാന്തി തന്നെയായിരുന്നു. ശാന്തി 10 വർഷം മുൻപേ മരിച്ചു പോയിരുന്നു. 10 വർഷം മുമ്പ് അവളെ ആരാണ് കൊന്നുകളയാൻ കൂട്ടുനിന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവളുടെ ആത്മാവ് മനുഷ്യരൂപത്തിലെത്തിയതും. വിജയുടെ കാറ് മനഃപൂർവ്വം ആക്സിഡന്റ് ആക്കി അവന്റെ വായിൽ നിന്ന് തന്നെ എല്ലാ കാര്യവും അറിയാൻ വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. അങ്ങനെ വിജയുടെ ആത്മാവ് വഴി ശാന്തി എല്ലാ കാര്യവും അറിഞ്ഞു. ശാന്തി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നല്ലോ, നിനക്ക് പോകാൻ സമയമായി എന്ന്. അതവൾ എല്ലാ കാര്യവും മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ്. അതോടുകൂടി എല്ലാ സത്യവും അവൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ ആ ഒരു കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എങ്കിൽ നമുക്ക് അടുത്ത കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.